ഹായ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നാണെങ്കിൽ ജർമ്മനിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണ്. അപ്പോൾ കുറേ നാളായിട്ട് പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ മഞ്ഞ് സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഡിസംബറിൽ മഞ്ഞ് പെയ്തായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മഞ്ഞൊന്നും പെയ്തില്ല കേട്ടോ. ഡിസംബർ മുഴുവൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് ജനുവരി 5 ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആദ്യമായിട്ട്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി സമയത്തൊക്കെ ഭയങ്കര മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേത്തിനും ഒത്തിരി മഞ്ഞ് പെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ വന്ന് കിടന്ന് ഒന്ന് ഉറങ്ങി ഉച്ച വരെ. അത് കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേര് പുറത്ത് പോകാനായിട്ട് ഭയങ്കര ബഹളം കേട്ടോ. പിള്ളേർക്ക് ഇപ്പൊ അവധിയല്ലേ ഇവിടെ. അതുകൊണ്ട് ഞാൻ ഓർത്തു വന്നാൽ പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്ത് വരാന്ന്. കാരണം പിള്ളേരാണെങ്കിൽ ഒരു മഞ്ഞി കളിക്കുന്ന ഷ്നീബോട്ട് പോലത്തെ ഒരു ഷ്നീബോട്ട് മേടിച്ച് ഒരു 2-3 മാസമായി കേട്ടോ. അപ്പൊ ഞാൻ പറയും മഞ്ഞ് പെയ്യാത്തത് നിങ്ങൾ ഷ്നീബോട്ട് മേടിച്ചതുകൊണ്ടാണെന്ന്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നും രാവിലെ പിള്ളേർ എഴുന്നേക്കുന്നത് പുറത്തേക്കാ നോക്കുന്നത്, മഞ്ഞ് പെയ്തോന്ന്. അപ്പൊ പിള്ളേർക്ക് ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അവർക്ക് മഞ്ഞ് കളിക്കാനും ഒക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കാണുന്നത് പോലെ അല്ല കേട്ടോ. ഞാനൊക്കെ നാട്ടിലായിരുന്നപ്പോ ഒക്കെ ഭയങ്കര ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇടുമല്ലോ മഞ്ഞത്ത് കളിക്കുന്നതും അതുപോലെ ഓരോന്നൊക്കെ. അപ്പൊ ഭയങ്കര കൊതിയായിരുന്നു. ഈ എന്ത് രസമാണെന്ന് ഞാനൊക്കെ ഓർക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ മഞ്ഞ് വീഴുമ്പോഴത്തേന് ആദ്യത്തെ 2 ദിവസം നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുവേ, മഞ്ഞ് കളിക്കാനും ഒക്കെ. പിന്നെ ആദ്യം ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന ദിവസം മാത്രമാണ് കേട്ടോ ഇങ്ങനെ രസം. അത് കഴിയുമ്പോഴത്തേനും ഇതിപ്പം ചിലപ്പം വെയിലൊക്കെ വരുവാണെങ്കിൽ ഈ മഞ്ഞ് പെയ്ത് ഭയങ്കര അങ്ങ് കട്ടയാവും, ഐസ് പോലെ ആകും. പിന്നെ നമുക്ക് നടക്കുമ്പോഴത്തേനും നമ്മൾ തെന്നി വീഴാനൊക്കെ തുടങ്ങും കേട്ടോ. ഇപ്പൊ വണ്ടി കൊണ്ട് പോവുകയാണെങ്കിലും വണ്ടിയൊക്കെ റോട്ടിൽ ഇങ്ങനെ തെന്നും. ഇന്നലെയൊക്കെ ന്യൂസിലൊക്കെ പറയുന്ന കേട്ടോ ഭയങ്കര ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇങ്ങനെ മഞ്ഞ് വീഴുമ്പോഴത്തേനും എപ്പോഴും ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാം കേട്ടോ. ഞങ്ങളുടെ പിള്ളേരും ഞാനും ഒക്കെ ആയിട്ടുള്ള ചെറിയ ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫുള്ളിങ്ങനെ എന്താണ് കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സൈഡ് വശമാണേ ഇത്. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള ഒരു നേഴ്സിംഗ് സ്കൂളാണ്. ഞങ്ങൾ താമസിക്കുന്ന അതേ കെട്ടിടത്തിലാണ് കേട്ടോ. ഫുള്ള് മഞ്ഞാണ്. ഇപ്പൊ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് മഞ്ഞൊന്നും മാറ്റിയിട്ടില്ല. ഇത് ഇവിടെ ഇങ്ങനെ ഒരു കുന്ന് പോലത്തെ ഒരു സ്ഥലമാണേ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. Alessandro? അതിനെ മത്തയുടെ കീറി മത്തേക്ക് ഇതാണ് കേട്ടോ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പുറകുവശമാണ്. ഇവിടെയാണ് പേഷ്യൻസിനെ എമർജൻസി Wow, Alessandro? അതിനെ മത്തയുടെ കീറി മത്തേക്ക്
ഇതൊരു ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ ആയിപ്പിച്ചിരി ഇങ്ങനെ മഞ്ഞൊക്കെ കിടക്കുന്നത്. അപ്പൊ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഇവിടെയാണ് ഞങ്ങൾ വന്നത്. വാൻഫ്രഡിന്റെ സന്തോഷം കണ്ടോ. ഇത്ര എൻജോയ് ചെയ്തൊരു ദിവസമില്ല കേട്ടോ ഇവിടെ വന്നിട്ട്. കാരണം പിള്ളേരെയും കൊണ്ട് കളിപ്പിക്കാനാ വന്നത്. പക്ഷെ എന്നിട്ട് ഞാനും കൂടി കുറെ കളിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു രസമായിരുന്നു കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മഞ്ഞത്തൊക്കെ വീട്ടിൽ ഇരുന്ന് കാണുമെന്നല്ലാതെ ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ ഇറങ്ങുമെന്നല്ലാതെ നേരത്തെ എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ ഇച്ചിരി ചെറുതല്ല. ഇപ്പൊ ഇവർക്ക് അറിവൊക്കെ ആയതുകൊണ്ട് മഞ്ഞ് കളിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കഴിഞ്ഞ വർഷമൊക്കെ എന്നാന്ന് വെച്ചാൽ ഇളയവനാണെങ്കിൽ മഞ്ഞ് കാണുമ്പോഴത്തേനും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആ വെള്ള കളർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വേറെ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് വെള്ള കളറാകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ചിലർക്ക് പേടിയാണേ. പുറത്തിറങ്ങി അപ്പൊ കരയുമായിരുന്നു. മഞ്ഞ് കണ്ട അപ്പൊ തന്നെ കരച്ചിൽ തുടങ്ങും. പക്ഷെ ഈ വർഷമൊക്കെ ആയപ്പോഴത്തേനും ആദ്യം ഒരു ദിവസം കുറച്ച് മഞ്ഞ് പെയ്തായിരുന്നേ. അന്നേരം പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് കണ്ടതേ കരയാൻ തുടങ്ങി. ഇങ്ങനെ തണുപ്പൊക്കെ വരുമ്പോഴത്തേക്കും പേടി വരുമായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവര് കളിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് മാറ്റമൊക്കെ വന്ന് കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയാലും കുഴപ്പമില്ല. അല്ലെ പിള്ളേര് ഒരാൾ കരച്ചിലും ബാക്കി രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിലും നമുക്ക് ഒരാളിങ്ങനെ കരഞ്ഞു ഇരിക്കുമ്പോൾ പുറത്തിറങ്ങാൻ തോന്നത്തില്ലോ. അങ്ങനെ അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവരൊരു വലിയൊരു മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. പത്തേഴായിട്ട് പപ്പ വലിയ ബോൾ ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയല്ല ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നത്? മത്തയെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പുല്ലുകെട്ട് പോലെയുണ്ട് അല്ലേ? സൂക്ഷിച്ചു കടന്നില്ലേ വീഴും. ശ്രീമാനാണെങ്കിൽ ഇച്ചിരി വൈറ്റ് കളറായിരിക്കണം. ഉന്തിക്കൊണ്ട് വന്ന് ചെളി കളറായി. ഇതാണ് നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ. മഞ്ഞൊക്കെ നമുക്ക് ആദ്യം വീഴുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ കാണാനേ രസമുള്ളൂ. 2 ദിവസമൊക്കെ കളിക്കാം. പിന്നെ തണുപ്പ് വരുമ്പോഴത്തേനും നമുക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് പെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാണ്. ഇന്നലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. രാത്രി ഫുള്ള് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. പേഷ്യൻസിനൊക്കെ അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. അവരുടെ ആ സന്തോഷം കാണണം. അവർക്ക് അവരുടെ പ്രകൃതി വീഴുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ പെയ്യാതിരിക്കുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ മഞ്ഞ് പെയ്യരുത്. അപ്പോൾ ഈ പിള്ളേരുടെ ആഗ്രഹം കൊണ്ട് ഞാൻ ഓർത്ത് ഒരു ദിവസമെങ്കിലും ഒന്ന് മഞ്ഞ് പെയ്തിരുന്നെങ്കിൽ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ നല്ല മഞ്ഞ് പെയ്തായിരുന്നു കേട്ടോ. ഈ വർഷം ഇപ്പോൾ ജനുവരി ഇന്നിപ്പോൾ 5-ാം തീയതി ആയി. എന്നിട്ട് ഇന്നാണ് ഇപ്പം നല്ല രീതിയിലൊരു മഞ്ഞ് പെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ മഞ്ഞുകാലത്താണെങ്കിൽ നല്ല ഷൂ ഒക്കെ ഇട്ടില്ലെങ്കിൽ നമ്മൾ ഉരുണ്ട് വീഴും. അതുപോലെ തന്നെ കാലിലൊക്കെ നല്ല തണുപ്പിടിക്കും. അപ്പം നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ഷൂ ഒക്കെ വേണം ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കയറി വന്ന വഴിക്ക് ഞാനൊന്ന് ഉരുണ്ട് വീണതേ ഉള്ളൂ. സൂക്ഷിച്ച് കടന്നില്ലെങ്കിൽ വീഴും. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കും ഈ മഞ്ഞ്. നല്ല അടുത്ത ദിവസം ഇപ്പം മഴയൊന്നും പെയ്തില്ല, ഇച്ചിരി വെയിലൊക്കെ വരുവാണെങ്കിൽ പിന്നെ വീണ്ടും ഇത് ഭയങ്കര കട്ടിയാവും. പിന്നെ നമ്മൾ തെന്നാൻ തുടങ്ങും. ഇപ്പം ഇന്നലെയൊക്കെ വാർത്തയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തോ ആക്സിഡൻ്റ് ഒക്കെ ഓത്തോബാനിലൊക്കെ ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ മഞ്ഞ് വീട് കിടക്കുമ്പോഴത്തേനും റോഡെല്ലാം ഭയങ്കരമായിട്ട് തിന്നും. അതുപോലെ തന്നെ നമ്മൾ തന്നെ നടക്കുമ്പോൾ തന്നെ തിന്നും കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം നടക്കാനായിട്ട്. ഇവരാണെങ്കിൽ വലിയൊരു
ശ്രീമാനെ ഉണ്ടാക്കുവാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ മഞ്ഞൊക്കെ പെയ്ത് കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഷൂ ആണ് കേട്ടോ. നിങ്ങളാണെങ്കിൽ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേനും നല്ലൊരു ഗ്രിപ്പുള്ള ഷൂ ഒക്കെ മേടിച്ചാൽ വരാവുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ തെന്നി വീഴും. തെന്നിയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ തന്നെ ഇപ്പം ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ഷൂ ഇട്ടിട്ട് പോലും ചില സമയത്ത് ഇങ്ങനെ തെന്നി വീഴും കേട്ടോ. കുറേ നേരം കഴിയുമ്പോൾ നമ്മളിങ്ങനെ കുറേ പേര് നടന്നും ചവിട്ടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ പിന്നെ തെന്നാൻ തുടങ്ങുവേ. ഇന്നിപ്പം മഴ പെയ്യുന്നുണ്ട്, പയ്യെ മഴ പെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പം മഴ പെയ്യുമ്പോഴത്തേനും കുറേ അങ്ങ് പോകും. വെയിലാ വരുന്നെങ്കിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കേട്ടോ. ഇവിടെ 2 സെക്ഷനായിട്ടാണ് കേട്ടോ മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ഒരാള് കുഞ്ഞവനും നടുക്കത്തവനും കൂടി ഒരു മഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കുന്നു, അപ്പനും മൂത്തവനും കൂടി വേറെ ഒരെണ്ണം ഉണ്ടാക്കുന്നു കേട്ടോ. ഓ ഗ്രോസെറ്റ് ഷ്ണീമാനെ ഉണ്ടാക്കുവാണോ? ഓക്കെ, ഇത് എപ്പോ ഉണ്ടാക്കി തീരും 2 പേരും കൂടി? ഓക്കെ, ചേട്ടായുടെ കലാവിരുത്. ഇത് ചേട്ടായുടെ ഒപ്പം ഉണ്ടല്ലോ. ഇത് ഇവിടുന്ന് തന്നെ ചേട്ടാ. ഇത് എന്നതാ കായ? കണ്ണും മൂക്കൊക്കെ വെച്ചിരിക്കുന്ന മരത്തേലെ കായോ? ക്യാരറ്റ് കൊണ്ടുവന്നാ മതിയായിരുന്നു. എന്നത്തിനാ വെയിറ്റ് ചെയ്യുന്ന? എന്നത്തിനാ? അലസാന്ദ്ര നോക്കി ചേട്ടായി പറിക്കുന്ന കണ്ടിട്ട് അതേ പോയി കമ്പ് പറിക്കുവോ, തന്നെ ഉണ്ടാക്കുവാ. ഏ ഈ സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടു പുറകിലായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട്. അതിന്റെ പുറകുവശമാണ് ഈ കാണുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതിങ്ങനെ കുന്നുപോലെയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് മഞ്ഞത്ത് കളിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നതിന്റെ ഇവിടെ പിള്ളേരൊന്നും അങ്ങനെ അധികം ഇല്ലേ. ഞങ്ങൾ താമസിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ നേഴ്സുമാർ താമസിക്കുന്ന ഹൗസ് ഉണ്ട്, അവിടെയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് കുറെ പേരൊക്കെ സിംഗിൾ ആയിട്ട് താമസിക്കുന്നവരാണ്. ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ കുറവാണ് കേട്ടോ. പിള്ളേരായിട്ട് ഇവരേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇവർക്ക് കളിക്കാനൊക്കെ നല്ല ഒത്തിരി സൗകര്യം ഉണ്ട് കേട്ടോ. വേറെ പിള്ളേരൊന്നും ഇല്ല, ഇവർക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനൊക്കെ പറ്റുവേ. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. അവർ വേണ്ട വലിയൊരു മഞ്ഞു മനുഷ്യനെയൊക്കെ ഉണ്ടാക്കി. അവരുടെ ആഗ്രഹം വലിയൊരു മഞ്ഞു മനുഷ്യനെ ഉണ്ടാക്കണം എന്നായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത്ര ആദ്യമൊക്കെ പിന്നെ നമുക്ക് പയ്യെ മഞ്ഞിലൊക്കെ കളിച്ച് കഴിയുമ്പോഴേതിനും ഭയങ്കര കൈയൊക്കെ അങ്ങനെ തണക്കാൻ തുടങ്ങും കേട്ടോ. ഇത് കണ്ടോ, തന്നെയാണെങ്കിലും എൻജോയ് ചെയ്ത് കളിക്കുവാ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വനമാണേ. ഇത് ശരിക്കും ഇവര് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച്, വാൾഡെന്ന് പറയും ഇവിടെ. ഇത് മരങ്ങളൊക്കെ ഇവര് സ്വന്തമായിട്ട് നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വാൾഡാണ്. ഇവിടെ മാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ കാണാനൊരു രസമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇലയൊക്കെ കണ്ടില്ലേ, പച്ചപ്പൊന്നും ഇല്ലാതെ എല്ലാ ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുവാണ്. പക്ഷെ ചൂടുകാലം വരുമ്പോഴത്തേനും ഇതിന്റെ അകത്ത് പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ, നമുക്ക് നടക്കാനൊക്കെ. ഇപ്പൊ തണുപ്പ് കാലമാണെങ്കിലും ഒത്തിരി പേര് ഇതിന്റെ അകത്ത് നടക്കാനൊക്കെ വരും. ഞാൻ പിന്നെ നല്ല ഇവിടെ ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെയൊക്കെ വന്ന് കാണിച്ചു തരാം കേട്ടോ. മാറ് ഇങ്ങോട്ട്. പിന്നെ നിനക്ക് തന്നെ അറിയത്തില്ല മത്തേ, ഞാനിവിടെ എത്തിയ. എന്റെ പൊന്നു മാതാവ്, ഇത്രയും വെയിറ്റ് ആണോ? എന്റെ ഈശോയെ സഹായിക്കണം അമ്മേനെ. അലസാന്ദ്ര
എന്റെ അലസാന്ദ്ര തന്നെ ഉണ്ടാക്കിയ ശ്രീമാനാണ് കേട്ടോ. അവനാണെ പോരുന്നില്ല, അവന് കയ്യും കണ്ണൊക്കെ പിടിപ്പിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും പണിപ്പുരയിലാണ്. ഓ എന്റെ ദൈവം, എന്നാ സൂപ്പർ അലസാന്ദ്രോ, നല്ലതാണല്ലോ, മിടുക്കനാണല്ലോ. ഇത്ര നേരം കൊണ്ട് കുറച്ച് കുറച്ച് മഞ്ഞ് വെച്ച് പപ്പ ഉണ്ടാക്കുന്നതായിട്ട് കൊച്ചും ഉണ്ടാക്കി അല്ലേ, അടിപൊളി. നമുക്ക് ഇനി പോകാം. ആടെ ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നു. വഴക്കുണ്ടാക്കണ്ട, ഇനി വാ നമുക്ക് പോവാം. മഴ പെയ്യുവാ, ഇനി വല്ല പനിയും പിടിക്കും. വാ പിന്നെ മഴ പെയ്യും, നമ്മൾ നനയും. വാ അമ്മയൊക്കെ ഒരു എന്നത് എന്നതാന്നേ, എന്നതാ ശ്രീമാനെ? പന്തെടുത്തിട്ടോ? എന്നത് ഇതോ? അത് വേണമെങ്കിൽ അവിടെ പോയി ഉണ്ടാക്കാം, അല്ലാതെ നമ്മള് വാടാ അലസാന്ദ്ര, വാ വാ, അടിപൊളിയാന്നേ, വാ. മതിയടാ കുഞ്ഞെ, വാടാ, ഇനി പനി വരൂടാ. വാടാ മഴ നനഞ്ഞാല്. വാടാ, അമ്മയ്ക്ക് ബാക്കി കിടന്ന് ഉറങ്ങണോടാ. ഇപ്പൊ തന്നെ തീരുവോ? മതി മതി, വാ ഓടി വാ, എടുക്കണല്ലേ. ഇതെന്നാടാ 2 ഗ്ലൗസ് ഇട്ടിരിക്കുന്നു ഇപ്പൊ? തീർന്നോ? എന്നാ വാ. അവിടെ മഴ പെയ്യുവാ. അടറത്തയോ എടാ, അത് വലുതായി വരണോടാ. ആണ്ടറ തന്നെ പോണൂടാ. ആടെ അലസാന്ദ്ര, നീ വീഴരുതേ, അതാ കാട്ടിലോട്ടാ പോണത്. ആണ്ട് നമുക്ക് നടന്നു പോകാനുള്ളൊരു വഴി വെട്ടി. ഇവിടുന്ന് പോകാനേ ഒന്നും മനസ്സില്ല കേട്ടോ, എന്തോരം കളിച്ചിട്ടും മതിയാകുന്നില്ല. ബാലസന്ദ്ര, നമ്മള് പോവാ. അങ്ങനെ നമ്മുടെ ശ്രീമാൻ വേണ്ടിയിരിക്കുന്നു, നമ്മള് വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഇപ്പൊ ശ്രീമാനെ ഇവിടുന്ന് എടുത്തോണ്ട് പോണെന്നായി കേട്ടോ. വാ വാ വാ, അത് എടുക്കാൻ പറ്റിയല്ലോ നമുക്ക്. വാ വാ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഞാൻ ഇവനെ വലിച്ചോണ്ട് വരുവാണ് കേട്ടോ. ടാറ്റാ ബൈ. അത്തേര് ടാറ്റ കൊടുക്കടാ.